നമസ്കാരം. വലിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വർഷങ്ങളായി കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്ത ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ വെറും ഒരാഴ്ച കൊണ്ട് തൂക്കിയടിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ പാർട്ടി തരംഗമാവുകയാണ്. കേട്ടുകാണും, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. വെറും 7 ദിവസം കൊണ്ട് 1.8 കോടി ഫോളോവേഴ്സിനെയാണ് ഈ പേജിൽ വലിഞ്ഞു കയറ്റിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തെ ട്രോളിക്കൊണ്ട് ബോസ്റ്റണിലിരിക്കുന്ന അഭിജിത്ത് ദീപ്കെ എന്ന യുവാവ് തുടങ്ങിയ ഈ സംഗതി പക്ഷേ ഇപ്പോൾ വെറും ഒരു തമാശയല്ല. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയും തകർക്കാൻ ബോധപൂർവ്വം നടത്തുന്ന രാജ്യവിരുദ്ധ പ്രചാരണമാണ് ഇതെന്നുമാണ് വ്യക്തമാകുന്നത്. ചീഫ് ജസ്റ്റിസ് തന്റെ പരാമർശത്തെ തൊഴിലില്ലാത്ത യുവാക്കളെയല്ല, വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി നടക്കുന്ന തട്ടിപ്പുകാരെയാണ് ഉദ്ദേശിച്ചതെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ കൃത്യമായി തിരുത്തി പറഞ്ഞിരുന്നു. എന്നിട്ടും ആ തിരുത്ത് മനഃപൂർവ്വം മറച്ചുവെച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളെ മുഴുവൻ അപമാനിച്ചു എന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കൊഴുപ്പിച്ചത്. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളെയും പരമോന്നത കോടതിയും ലോകത്തിനു മുന്നിൽ നാണം കെടുത്താനും ജനങ്ങൾക്കിടയിൽ അതൃപ്തി പുകയ്ക്കാനും വിദേശത്തിരുന്ന് നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയാണിതെന്നും വ്യക്തമാണ്. വെറും 4-5 ദിവസം കൊണ്ട് ഇത്രയും കോടി ആളുകൾ ഒരു പേജിലേക്ക് ഒഴുകിയെത്തിയത് സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഡിജിറ്റൽ രംഗത്തുള്ളവർ ഇതിലെ കള്ളത്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദേശത്ത് നിന്നുള്ള ലക്ഷക്കണക്കിന് വ്യാജ പോട്ട് അക്കൗണ്ടുകൾ കാശു കൊടുത്ത് വാങ്ങിയാണ് ഈ ഫോളോവർ കൗണ്ട് കുത്തനെ ഉയർത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും കോടികൾ മറയുമ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ പാർട്ടിക്ക് പറയത്തക്ക ഒരു ചലനവുമില്ല. ഇതിൽ നിന്ന് തന്നെ ഈ ലൈക്കും ഫോളോവേഴ്സും വെറും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് വ്യക്തമാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളായ അഖിലേഷ് യാദവും തൃണമൂൽ MPമാരും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ തരംഗങ്ങൾക്കെതിരെ കടുത്ത അമർഷമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഇത്തരം ഡിജിറ്റൽ സ്റ്റണ്ടുകൾ വെറും കാറ്റ് നിറച്ചു വെച്ച ബലൂണാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ കാറ്റ് പോകുമെന്നുമാണ് വിലയിരുത്തലുകൾ. ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വാർത്തയാണ് മെറ്റ കമ്പനിയിൽ നിന്നും ലക്ഷക്കണക്കിന് ജീവനക്കാരെ സാധനങ്ങൾ എടുത്ത് സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ മെയിലിലൂടെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവം. തങ്ങളുടെ ജീവനക്കാരോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന, ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം വിദേശ കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയ ഭീമന്മാരെയാണ് ഇന്ത്യയിൽ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കാൻ ഈ കോക്രോച്ച് പാർട്ടിക്ക് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്ന വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം. സ്വന്തം രാജ്യത്തെ വിശ്വസ്ത സ്ഥാപനങ്ങളെ തകർക്കാൻ വിദേശത്തു നിന്നും പണമൊഴുക്കി ബോട്ട് അക്കൗണ്ടുകൾ വാങ്ങിക്കൂട്ടുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ അതിന് മൗനാനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. മെറ്റ കമ്പനിയിൽ നിന്നും ഇന്ത്യൻ യുവാക്കളടക്കമുള്ള ഉദ്യോഗസ്ഥരെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ അതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇന്ത്യയിലെ യുവാക്കളെ ഭരണകൂടത്തിനെതിരെയും സുപ്രീം കോടതിക്കെതിരെയും തിരിക്കാൻ ഈ കോക്രോച്ച് അജണ്ടക്കാർക്ക് എങ്ങനെ സാധിക്കുന്നു? രാജ്യത്തെ തൊഴിലായ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഈ വിദേശ സ്ട്രാറ്റജിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ആഗോള കോർപ്പറേറ്റ് ചൂഷണങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവരുടെ ലക്ഷ്യം യുവാക്കളുടെ ക്ഷേമമല്ല, രാജ്യത്തിനകത്ത് അസ്വസ്ഥതകൾ പുകച്ച് രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്നത് മാത്രമാണ്. വിദേശ കോർപ്പറേറ്റ് ശക്തികളും രാജ്യദ്രോഹ ചിന്താഗതിക്കാരും കൈകോർക്കുന്ന ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളെയും ഡിജിറ്റൽ അജണ്ടകളെയും കൃത്യമായി തുറന്നു കാട്ടുക തന്നെ വേണം. വെറുമൊരു തമാശയുടെയോ അല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയ ട്രോളിൻ്റെയോ അതിർവരമ്പുകൾ എപ്പോഴോ ലംഘിച്ചു കഴിഞ്ഞ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന വിചിത്ര പ്രതിഭാസം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തത തകർക്കുക എന്ന കൃത്യമായ അജണ്ടയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യത്തെ യുവാക്കളോട് പൂർണ്ണമായ ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് കൃത്യമായ വിശദീകരണം നൽകിയിട്ടും അതിനെയൊക്കെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ സൈബർ വിപ്ലവകാരികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വിദേശ സർവകലാശാലകളിൽ ഇരുന്ന് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങൾ അപകടത്തിലാണെന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ തെറ്റായ നരേഷനുകൾ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നത് ഒരു പുതിയ തരം ഡിജിറ്റൽ യുദ്ധമുറയാണ്. രാജ്യത്ത് തൊഴിലായ്മയും യുവാക്കളുടെ നിരാശയും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റാൻ ബോധപൂർവമായ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെയും യുവാക്കളെയും വൈകാരികമായി ചൂഷണം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങളിലുള്ള ജനവിശ്വാസം ഇല്ലാതാക്കാനും അതുവഴി രാജ്യത്ത് അരാജകത്വം പടർത്താനുമുള്ള ഇത്തരം ആസൂത്രിത നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യം അപകടത്തിലാണെന്ന് പുറമേ നിലവിളിക്കുകയും അകമേ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ നോക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് വെറും ഒരു കളിതമാശയല്ല, രാജ്യസുരക്ഷയെയും ആഭ്യന്തര സമാധാനത്തെയും ബാധിക്കുന്ന കടുത്ത രാജ്യവിരുദ്ധ ചിന്താഗതിയുടെ പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. രാജ്യം ഇന്ന് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത വികസന കുതിപ്പിനെയും ആഗോളതലത്തിൽ ഇന്ത്യ നേടുന്ന തന്ത്രപ്രധാനമായ മേധാവിത്വത്തെയും അട്ടിമറിക്കാൻ ബോധപൂർവ്വം നടത്തുന്ന വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സോഷ്യൽ മീഡിയ നാടകങ്ങളെല്ലാം എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
നമ്മുടെ രാജ്യം പ്രതിരോധ രംഗത്തും സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തത നേടി ലോകത്തിലെ വൻശക്തികളോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് വളരുമ്പോൾ അതിനെ തകർക്കാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ള വിദേശ ശക്തികൾ കണ്ടെത്തിയ പുതിയ സമരമുറയാണിത്. ഇന്ത്യ ഞങ്ങളുടെ വലിയൊരു സഖ്യകക്ഷിയാണ്. അവരുമായി പരമാവധി ഊർജ്ജ വ്യാപാര ഇടപാടുകൾ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ലോകത്തിലെ വൻശക്തികൾ പോലും പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയെ തകർക്കാൻ പ്രതിപക്ഷവും ഈ ഡിജിറ്റൽ വിപ്ലവകാരികളും കൈകോർക്കുകയാണ്. രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും ജനപ്രീതിയിൽ അസൂയ പൂണ്ട പ്രതിപക്ഷ നേതാക്കൾ ഇത്തരം കപട സോഷ്യൽ മീഡിയ ട്രെൻഡുകളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്നത് രാജ്യദ്രോഹപരമായ നിലപാടാണ്. പഴയതൊക്കെ മറക്കൂ, രാജ്യത്തിന്റെ ഭാവിക്കായി ഒന്നിച്ചു മുന്നോട്ട് കുതിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മന്ത്രിമാരോട് ആഹ്വാനം ചെയ്യുമ്പോൾ വികസനത്തിന്റെ ഈ പുതിയ രാഷ്ട്രീയത്തോട് ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത ഇത്തരം തരംതാണ പാറ്റകളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കൾ ശ്രമിക്കുന്നത്. വിദേശ പണത്തിന്റെ കരുത്തിൽ ബോസ്റ്റണിലിരുന്ന് ഇന്ത്യയിലെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഈ വിദേശ സ്ട്രാറ്റജിസ്റ്റുകൾ യഥാർത്ഥത്തിൽ രാജ്യത്തിനകത്ത് ആഭ്യന്തര അസ്വസ്ഥതകൾ പോയിക്കാനുള്ള ടൂളുകൾ മാത്രമാണ്. അതിലുപരിയായി രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന യുവാക്കൾ IPL ക്രിക്കറ്റ് ആവേശത്തിലും തങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സമയത്ത് അവരുടെ ചിന്തകളെയും വൈകാര്യങ്ങളെയും തിരിച്ചുവിട്ട് രാജ്യത്തിനെതിരെ തിരിക്കാനുള്ള കടുത്ത ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കായിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ ലോകത്തിന് മുന്നിൽ അഭിമാനമായി നിൽക്കുമ്പോൾ അവരെ മുഴുവൻ നിശബ്ദരാക്കി ചിത്രീകരിക്കാനാണ് ഈ കോക്രോച്ച് അജണ്ടക്കാർ ശ്രമിക്കുന്നത്. ഇതിനായി ഇൻസ്റ്റഗ്രാമിൽ കൃത്യമായി 1.8 കോടി ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചെടുത്തതിന് പിന്നിൽ പ്രവർത്തിച്ച വിദേശ സൈബർ ലോബികളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ദേശീയ പാർട്ടികൾക്ക് പോലുമില്ലാത്ത ഇത്തരം വലിയൊരു ഫോളോവർ കൗണ്ട് വെറും 5 ദിവസം കൊണ്ട് ഈ പേജിന് ലഭിച്ചതെന്ന് ആലോചിച്ചാൽ തന്നെ ഇതിന് പിന്നിലെ അന്താരാഷ്ട്ര ഫണ്ടിങ്ങിന്റെ ആഴം മനസ്സിലാക്കാം. ജനാധിപത്യത്തിന്റെ കാവലാളാകുക എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവർക്ക് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും അരാജകത്വവാദികളായ ജനറേഷൻ Z ഗ്രൂപ്പുകളുമായി വ്യക്തമായ ബന്ധമുണ്ടെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം തകർത്ത് മറ്റ് അയൽ രാജ്യങ്ങളെ പോലെ ഇവിടെയും അസ്ഥിരത ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള കപട പരീക്ഷണശാലയായി സോഷ്യൽ മീഡിയ മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത്. ഭരണഘടനയുടെ പേര് പറഞ്ഞ് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇത്തരം വ്യാജ ക്യാമ്പയിനുകൾക്ക് പ്രതിപക്ഷ എംപിമാർ പിന്തുണ നൽകുമ്പോൾ അവർ യഥാർത്ഥത്തിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. വിദേശത്തിരുന്ന് ഇന്ത്യയിലെ യുവതലമുറയെ ഭരണകൂടത്തിനെതിരെയുള്ള കലാപത്തിന് പ്രേരിപ്പിക്കുന്ന ഇത്തരം ഡിജിറ്റൽ സ്റ്റണ്ടുകൾക്ക് പിന്നിലെ കള്ളപ്പണ ഇടപാടുകളും രാജ്യവിരുദ്ധ അജണ്ടകളും പൂർണ്ണമായും തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിലുപരിയായി ഈ പറയുന്ന കോക്രോച്ച് പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വെറും 4-5 ദിവസത്തിനുള്ളിൽ ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന്റെ ഉറവിടം പരിശോധിച്ചാൽ തന്നെ ഇതിന് പിന്നിലെ കള്ളക്കളികൾ ബോധ്യമാകും. ഇന്ത്യയിലെ സാധാരണക്കാരായ യുവാക്കൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ചിന്തയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന വ്യാജ ചിത്രം നിർമ്മിച്ചെടുക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയൊരു സൈബർ ലോബി തന്നെ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എക്സ് പ്ലാറ്റ്ഫോമിൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ക്യാമ്പയിൻ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഇത്ര വലിയ തരംഗമായി എന്ന് അവകാശപ്പെടുന്നത് തന്നെ ഇതിന് പിന്നിലെ കൃത്രിമത്വത്തിന് തെളിവാണ്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയും തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയും വിദേശത്തിരുന്ന് സ്വാധീനിക്കാൻ ഡിജിറ്റൽ മാധ്യമങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകൾക്ക് കുടപിടിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തെയാണ് പണയം വെക്കുന്നത്. വിദേശ പണത്തിന്റെയോ സാങ്കേതിക വിദ്യയുടെയോ ബലത്തിൽ ഇന്ത്യയിൽ ഒരു കൃത്രിമ ജനകീയ വിപ്ലവം സൃഷ്ടിക്കാൻ നോക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ അജണ്ടകളെ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ നോക്കി വിലയിരുത്താതെ അതിന്റെ ഭീകരത മനസ്സിലാക്കി നിയമപരമായി നേരിടുക തന്നെ വേണം. സുപ്രീം കോടതിയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ വിദേശത്ത് നിന്നും പണമൊഴുക്കി കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഈ ലൈക്കുകളും ഫോളോവേഴ്സും കണ്ട് ഇന്ത്യൻ ജനത അത്ര പെട്ടെന്നൊന്നും വഴിതെറ്റിപ്പോകില്ല. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പേരിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇത്തരം കപട ക്യാമ്പയിനുകളുടെ കാറ്റ് വരും ദിവസങ്ങളിൽ തന്നെ ജനങ്ങൾ അഴിച്ചുവിടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം രാജ്യവിരുദ്ധ നീക്കങ്ങൾക്ക് കുടപിടിക്കുന്നവർ ഓർക്കുക, തകരുന്നത് ഈ രാജ്യത്തിന്റെ അന്തസ്സാണ്. ജാഗ്രതയോടെ രാജ്യം ഇത് നിരീക്ഷിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.